ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സ്നേഹ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഫേസ് പാക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു ബ്രൈറ്റനിങ് ഫേസ് പാക്ക് എന്ന് തന്നെ പറയട്ടെ. നമ്മുടെ ഫേസിലുണ്ടായിട്ടുള്ള നെക്കിൽ, കയ്യിൽ, കഴുത്തിൽ, നെക്കും കഴുത്തും ഒന്നാണല്ലോ അല്ലേ, ഓക്കെ. നമ്മുടെ ഫേസിൽ, നെക്കിൽ, കയ്യിൽ, കാലിൽ എല്ലായിടത്തും വന്നിട്ടുള്ള ടാന് കാര്യങ്ങൾ ഒക്കെ നമുക്ക് മാറ്റാൻ ഉള്ളൊരു അടിപൊളി പാക്കായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സംസാരിക്കുമ്പോൾ കിതയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് ഈ കാപ്പിപ്പൊടിയാണ് കേട്ടോ. ഞാനിവിടെ എന്താ പറയുക, നിങ്ങൾക്ക് ഏത് കാപ്പിപ്പൊടി വേണമെന്നുണ്ടെങ്കിലും എടുക്കുക, അതൊന്നും പ്രശ്നമൊന്നുമില്ല. എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കിയിട്ട് വേണം കേട്ടോ എടുക്കാൻ വേണ്ടി. നമ്മൾ മുഖത്ത് തേക്കുന്നതാണെങ്കിലും നമ്മൾ എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കണം. ഇത് 2025 വരെയുള്ളൂ. സോ നോ പ്രോബ്ലം. അപ്പോൾ നിങ്ങൾ ഇന്ന് എൻ്റെ ഈ കോലം കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട. ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ലിപ്സ്റ്റിക്കാണ് ഇട്ടിട്ടുള്ളത്. നമ്മളെന്തായാലും പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പിന്നെ മേക്കപ്പ് കഴുകി കളയണം. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. നമ്മളിങ്ങനെ മേക്കപ്പ് വീഡിയോ മാത്രമല്ലല്ലോ ചെയ്യുന്നത്, നമ്മൾ ഒരുവിധം എല്ലാ വ്ളോഗ്സും ചെയ്യുന്ന സമയത്ത് വലിയ മേക്കപ്പ് ഒന്നും ഉണ്ടാകില്ല. അപ്പോൾ ചോദിച്ചാൽ എന്താ മേക്കപ്പ് ഇട്ടില്ലെങ്കിൽ ചെയ്യണമെന്നില്ല എന്ന് വിചാരിച്ച് വന്നിരിക്കുകയാണ്. ഇനിവേ നിങ്ങൾ എന്താ ചെയ്യുക, വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് 3000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് ഗൈസ്. ഞാനത് പറയാൻ വിട്ടുപോയി. താങ്ക് യു സോ മച്ച്. ഞാൻ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. താങ്ക് യു സോ മച്ച്. ഇനിയും അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും ആവില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് കാപ്പിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ട് ഞാൻ കുറച്ച് കാപ്പിപ്പൊടി അതിലേക്ക് തട്ടി കൊടുത്തു. കുറച്ച് അധികം എടുക്കുന്നുണ്ട്, കാരണം എനിക്ക് കയ്യിലും കഴുത്തിലൊക്കെ എല്ലായിടത്തും തേക്കാനുള്ളതുകൊണ്ട് തന്നെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു സ്പൂണിൻ്റെ പകുതി ഇട്ട് കൊടുത്താൽ മതി, കുറച്ച് മതി. അപ്പോൾ പിന്നെ മൂന്നാമത് വന്നിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് വെള്ളമാണ് കേട്ടോ. സാധാരണ ഞാൻ ഈ പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ പാലാണ് ഒഴിച്ച് കൊടുക്കാറ്. ബട്ട് ഇന്ന് വീട്ടിൽ പാലില്ലാത്തതുകൊണ്ട് ഞാൻ വെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ അതൊരു എന്താ പറയുക, മിക്സ് ചെയ്ത് ഭയങ്കര ലൂസും ആവരുത്, എന്നതേറ്റ കട്ടിയും ആവരുത്. ആ ഒരു രീതിയിൽ നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. പാലുണ്ടെങ്കിൽ പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഞാനിവിടെ കണ്ണാടി എടുക്കുന്നുണ്ട്, കാരണം ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന ബാക്ക് ക്യാമറ വെച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് ഫോണിൽ നോക്കിയിട്ട് പാക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനിവിടെ മുടി എപ്പോഴും വന്നേ. അപ്പോൾ കണ്ണാടി നോക്കിയിട്ട് അപ്ലൈ ചെയ്യണം. അതിന് മുമ്പ് എൻ്റെ മുടി ഒന്ന് ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഗൈസ്. അന്ന് വെട്ടിയിട്ട് ഇതാണ് അവസ്ഥ. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം അപ്ലൈ ചെയ്യാം. പാക്ക് വന്നിട്ട് ഇങ്ങനെ നല്ല ബ്രൗൺ കളറായിട്ടോ. ഓക്കെ, കാണുന്നുണ്ടോ, ഇരിക്കുന്നുണ്ടോ? അപ്പോൾ ഇത് നമുക്ക് ഫുള്ളും ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടും ആദ്യം ഞാൻ ഇതൊന്ന് തേക്കാണ് സ്പൂണും വിട്ട്. എനിക്ക് ബെഡിലൊക്കെ ആവും ഗൈസ്. ഓക്കെ, നമുക്ക് ഇനി സ്പൂൺ അങ്ങനെ ഞാനിതേ കാലിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കാലിലും കയ്യിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്തൊക്കെ സൺ ടാൻ അടിച്ചിട്ട് ചെറിയ രീതിയിലൊക്കെ ബ്ലാക്കിഷ് ആയിട്ട് നിൽക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനൊരു പാക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറിയ രീതിയിലൊക്കെ സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടാനും കാര്യങ്ങളൊക്കെ റിമൂവ് ആയിട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കാലിലൊരു തിളക്കം വരും ഗൈസ്. നിങ്ങൾക്ക് നിങ്ങളുടെ കാലിന് തിളങ്ങണമെന്നുണ്ടെങ്കിൽ ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഗായസ്, നമ്മുടെ പാക്കൊക്കെ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ട്. നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് വാഷ് ചെയ്ത് വരാം കേട്ടോ.
പാക്ക് കഴുകി കളയുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ ചെയ്യണം കേട്ടോ. നമ്മുടെ ഫേസിൽ എല്ലായിടത്തും നല്ലപോലെ വെള്ളം ഒന്ന് നല്ലപോലെ ആക്കിയിട്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊണ്ടുവരണം. അല്ലാതെ നമ്മൾ ഒറ്റയടിക്ക് തന്നെ ഇങ്ങോട്ട് കഴുകരുത്, അങ്ങനെ പാടില്ല കേട്ടോ. നമ്മൾ എല്ലായിടത്തേക്ക് ഇപ്പം നമ്മൾ ചെവിയിലൊക്കെ പാക്കിട്ട് കൊടുത്തിട്ടുണ്ട്. ചെവിയിലാണെന്നുണ്ടെങ്കിലും നല്ലപോലെ ആദ്യം അതൊന്ന് നനച്ചെടുത്തിട്ട് പതിയെ നമ്മളിങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ചെറിയ രീതിയിലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ പാക്കിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ മുഖത്ത് മാത്രം ഇട്ട് കൊടുക്കാതെ ചെവിയിലും കഴുത്തിലും, ഞാനിപ്പോൾ ഇട്ട പോലെ ചെവിയിലും കഴുത്തിലൊക്കെ ഇട്ട് കൊടുത്താൽ നമ്മുടെ ഫേസിന് കിട്ടുന്ന അതേ തിളക്കം തന്നെ നമ്മുടെ കഴുത്തിലായാലും ചെവിയിലായാലും കിട്ടും കേട്ടോ. അല്ലെങ്കിൽ അത് ഒരുമാതിരി ഡിസ്കളറേഷൻ ആയിട്ട് നിൽക്കും. അപ്പോൾ നിങ്ങൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറ്റുന്നിടത്തൊക്കെ നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഓക്കെ, അങ്ങനെ വാഷ് ചെയ്ത സമയത്ത് എൻ്റെ കൈയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ പളപളാന്ന് തിളങ്ങുന്നുണ്ടായിരുന്നുണ്ട്. ഇനി നമുക്ക് വേഗം ഫേസ് ഒന്ന് വാഷ് ചെയ്ത് നോക്കാം. ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിരിക്കുകയാണ്. ഫേസ് നന്നായിട്ട് സോഫ്റ്റ് ആവട്ടെ. നമ്മൾ ഒറ്റ യൂസിൽ തന്നെ ഫേസ് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആവും. ചെറിയ രീതിയിലൊക്കെ ടാനും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ഫേസ് ഒന്ന് ഗ്ലോ ആവട്ടെ. പിന്നെ ഒറ്റ യൂസിൽ തന്നെ നല്ല ഗ്ലോ ആവില്ല. നിങ്ങൾ വീക്കിലി 2-3 ടൈംസ് ഒക്കെ യൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കേണ്ട. അപ്പം നമ്മുടെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ.